ഇന്നലെ ഇറങ്ങിയ വാഷിങ്ടൺ പോസ്റ്റിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് വളരെ വലിയൊരു ആർട്ടിക്കിളാണ് എഴുതിയിരിക്കുന്നത്. ഏകദേശം 1 മാസം 1.5 മാസത്തിനുള്ളിൽ ഇസ്രായേൽ 2ഓളം ഇറാൻ്റെ ന്യൂക്ലിയർ സൈറ്റുകൾ, ലാബുകൾ, അണ്ടർഗ്രൗണ്ട് ലാബുകളാണ്, ഇത് അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയല്ല, അറ്റാക്ക് ചെയ്യും. അത് US ഇൻ്റലിജൻസ് ഓഫീഷ്യൽസിനെയും ഗ്ലോബലായിട്ടുള്ള മറ്റുള്ള ഇൻ്റലിജൻസ് ഓഫീഷ്യൽസിനെയും അതെല്ലാം കോട്ട് ചെയ്താണ് ആ റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത്. കാരണം ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ നേരത്തെ ഒക്ടോബറിൽ ഇസ്രായേൽ ഇറാനെ അറ്റാക്ക് ചെയ്ത സമയത്ത് ഒരു കാര്യം പറഞ്ഞിരുന്നു: ഒരു കാരണവശാലും ഇറാൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസിനെ അറ്റാക്ക് ചെയ്യരുത്, അവരുടെ ഓയിൽ ഫെസിലിറ്റീസിനെ അറ്റാക്ക് ചെയ്യരുത്. പക്ഷേ ഇപ്രാവശ്യം ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ബെഞ്ചമിൻ നെതന്യാഹുവിന് ഓഫർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അറ്റാക്ക് ചെയ്യാം. അത്രയും ദൂരം അറ്റാക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് അതായത് എയറിൽ വെച്ച് റീഫ്യൂലിംഗ് ഫെസിലിറ്റീസ്, കാരണം അതിന് തൊട്ട് മുഴുവൻ അമേരിക്കൻ ബേസുകളാണുള്ളത്, അത് അമേരിക്ക പ്രൊവൈഡ് ചെയ്യാം. ഇറാൻ്റെ ഏതെങ്കിലും റിട്ടാലിയേറ്ററി അറ്റാക്ക് ഉണ്ടെങ്കിൽ അത് തടയാൻ വേണ്ടി US ബേസുകൾ തയ്യാറാണ്. ഇനി നമുക്ക് നോക്കാം എന്താണ് ഈ ഫർദർ ഉണ്ടാകാൻ പോകുന്ന കാര്യം. വളരെ സീരിയസ് ആണ് ഈ സംഭവം. അതായത് ഇതോടുകൂടി ഇറാനുമായിട്ടുള്ള ഇഷ്യൂ ഫർദർ മിഡിൽ ഈസ്റ്റ് ഏഷ്യയിലും വെസ്റ്റ് ഏഷ്യയിലും എക്സ്കലേറ്റ് ചെയ്യുമോ, അതോ ഇതോടുകൂടി ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ ഈ പൊട്ടൻഷ്യൽ ത്രെട്ട് ഇല്ലാതാകും? ഇതാണ് ചോദ്യങ്ങൾ. അത് അവിടുത്തെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കാന് അമേരിക്കയുടെ കൂടെ ടോക്സ് നടത്തി ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ താല്പര്യമുണ്ട്. പക്ഷേ അവിടുത്തെ ആധ്യാത്മിക നേതാവ് അലി ഖമൈനിക്ക് അമേരിക്കയായിട്ട് ടോക്സ് നടത്താനോ അതിന് താല്പര്യമില്ല. അയാൾക്ക് ന്യൂക്ലിയർ സാധനങ്ങളായിട്ട് മുന്നോട്ട് പോകണം. ഇതാണ് വ്യത്യസ്തം. അപ്പം ഇതിനകത്ത് മസൂദ് പെഷഷ്കാനെ അംഗീകരിക്കുന്ന ഒരു വിഭാഗം ക്യാബിനറ്റിലുണ്ട്, എതിർക്കുന്നൊരു വിഭാഗമുണ്ട് ഖമൈനിയുടെ കൂടെ നിൽക്കുന്നത്, ഷിയ സെക്ടറിയൻ ലീഡർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ. പക്ഷെ ജനങ്ങൾക്ക്, അതായത് ഇറാനിലുള്ള ഭൂരിഭാഗം ജനങ്ങൾക്കും അമേരിക്കയോട് ഇസ്രായേലിനോട് യുദ്ധത്തിന് പോകാൻ താല്പര്യമില്ല. ഇറാൻ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ഡംപ് ചെയ്യണമെന്ന് തന്നെയാണ് അവിടെ പബ്ലിക് ഒപ്പീനിയൻ. അതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഓരോന്നും വന്നുകൊണ്ടിരിക്കുക. കാരണം അവർ പറയുന്നത് അമേരിക്കയുടെ ഇസ്രായേലിലോട്ട് പോയിട്ട് ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം ഒരിക്കലും ഡെവലപ്പ് ചെയ്യാൻ പോകുന്നില്ല. ഈ പ്രോക്സീസിനെ ഇത്രയും നാളും അവർ ഫീഡ് ചെയ്ത് പണം കൊടുത്ത് ഏകദേശം $100 ബില്യൺ മുകളിലാണ് ഇറാൻ സ്പെൻഡ് ചെയ്തേക്കുന്നത് ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും ഹൂത്തികൾക്കും പല പ്രോക്സീസിനും. അവസാനം അവരെ കൊണ്ട് വട്ടപൂജ്യമാണ്, അത് മുഴുവൻ ഇല്ലാതായിപ്പോയി. അതാണ് അവിടുത്തെ ജനങ്ങളും പട്ടാളത്തിലെ വലിയൊരു വിഭാഗത്തിനും പ്രോക്സീസുമായിട്ടും ഇസ്രായേലുമായിട്ടും പ്രോക്സീസിനെ ഒഴിവാക്കും, ഇസ്രായേലുമായിട്ടും അമേരിക്കയായിട്ട് പ്രശ്നത്തിന് പോകണ്ടെന്ന് ഇറാൻ്റെ പട്ടാളത്തിനകത്ത് വളരെ സീനിയർ ഉദ്യോഗസ്ഥരും പറയുന്നുണ്ട്. പക്ഷേ ഷിയ നേതാക്കൾക്ക് അതിനോട് താല്പര്യമില്ല, ന്യൂക്ലിയർ വെപ്പൺസുമായിട്ട് പോകണം. ഈ ഒരു സന്ദർഭത്തിലാണ് ട്രംപ് തന്നെ ആദ്യം പറഞ്ഞൊരു പ്രപ്പോസൽ കൊടുത്തത്: ഇറാനെ പൊട്ടൻഷ്യലായിട്ട് സഹായിക്കാൻ അമേരിക്ക തയ്യാറാണ്, പൂർണ്ണമായിട്ടും വാർ ഒഴിവാക്കാൻ തയ്യാറാണ്, പക്ഷേ ന്യൂക്ലിയറുമായിട്ട് മുന്നോട്ട് പോകാൻ ഒരു കാരണവശാലും ഇറാനെ അനുവദിക്കില്ല. ഇപ്പോൾ ഇറാൻ്റെ വിദേശകാര്യ വകുപ്പ് മന്ത്രിയും അതേപോലെ മസൂദ് പെഷഷ്കാനും അതിനോട് വളരെ നെഗറ്റീവായിട്ടാണ് റെസ്പോണ്ട് ചെയ്തത്. അപ്പോഴാണ് ഈ സംഭവങ്ങൾ വരുന്നത്. ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം പ്രിപ്പയർ ചെയ്യുകയാണ് ഇറാനെ അറ്റാക്ക് ചെയ്യാൻ. ചിലപ്പോൾ ഈ അറ്റാക്കോടുകൂടി ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ ആധ്യാത്മിക നേതാവിനെ വരെ എടുത്ത് ദൂരകളയും. കാരണം നല്ലൊരു അറ്റാക്ക് ആയിരിക്കും. കാരണം അമേരിക്ക ഫുൾ സ്കെയിലിൽ സപ്പോർട്ട് ചെയ്യും. എയർ റീഫ്യൂലിംഗ്, അതായത് ഫ്ലൈ ചെയ്യുന്ന മിലിറ്ററി എയർക്രാഫ്റ്റിനും ഫൈറ്റർ എയർക്രാഫ്റ്റിനും റീഫ്യൂലിംഗ് ഫെസിലിറ്റി കൊടുക്കും. അതേപോലെ തന്നെ സാറ്റലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ഏവിയേഷൻ ഇൻ്റലിജൻസ് ഇൻപുട്സ് കൊടുക്കും. പിന്നീട് അവർക്ക് മനസ്സിലായൊരു സംഭവമാണ്, ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞു, ഇറാൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് തീർന്നു. ഇതിനൊക്കെ പറ്റിയൊരു സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോണം. അതായത് റഷ്യ എൻഗേജ്ഡാണ് ഉക്രൈനിൽ, അവർക്ക് സഹായിക്കാൻ പറ്റത്തില്ല ഇറാനെ. ചൈനയാണെങ്കിൽ മറ്റൊരു കാര്യത്തിൽ ടാരിഫിൻ്റെ പുറകെ പോയിക്കൊണ്ടിരിക്കുകയാണ്, അവർക്ക് ഇവരെ സഹായിക്കാൻ. അതായത് ഇറാൻ പൂർണ്ണമായിട്ട് ഒറ്റപ്പെട്ടു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ നോക്കണം, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയ്ക്ക് പുറത്തോട്ട് പോകുന്ന ട്രാവൽ എന്ന് പറയുന്ന സൗദി അറേബ്യയിൽ. അപ്പോൾ സൗദി അറേബ്യയിൽ പോകുമ്പോഴും ഉറപ്പായിട്ട് UAE ആയിട്ടും ബന്ധപ്പെടും. ഇതിനൊക്കെ ഒരു പോക്കെന്ന് പറയുന്നത് ഇറാനെ തകർക്കാൻ വേണ്ടി.
അതായത് വരാൻ പോകുന്ന ദിവസങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് മാത്രമല്ല, അവിടെയുള്ള ഷിയ ഗ്രൂപ്പിനെ തകർക്കുക. കാരണം അവിടുത്തെ ജനങ്ങൾ മുഴുവൻ അവർക്കെതിരായി. കാരണം അവിടെ ശരിക്കും പട്ടിണിയില്ല ഉണ്ട് എന്ന് പുറത്ത് പറയുന്നില്ലെങ്കിൽ അവിടെ സാമ്പത്തികമായിട്ട് പൂർണ്ണമായിട്ട് ഇൻഫ്ലേഷൻ വളരെ ഹൈയ്യ, ഏകദേശം 1 മണിക്കൂർ മാത്രമേ പവർ കിട്ടുന്നുള്ളൂ. അപ്പം ഇങ്ങനൊരു സന്ദർഭത്തിൽ ഇറാനെ കയറി അടിക്കുവാണെങ്കിൽ അതോടങ്ങ് തീർന്നു പോകും. ഇതാണ് വാറിന് പറ്റിയ ടൈം എന്ന് പറയുന്നത്. അതാണ് ഈ ഹമാസിനെതിരെ ഈ ഗാസയെ മുഴുവൻ ഒഴിപ്പിക്കാൻ പറ്റിയ ടൈം ഇപ്പോഴും. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനൊരു നമ്മളിപ്പം വാഷിങ്ടൺ പോസ്റ്റിൻ്റെ റിപ്പോർട്ടും ഈ പറയുന്ന ഇസ്രായേലിൻ്റെ പല മുന്നോട്ടുള്ള, കാരണം ഇറാനെ തുലയ്ക്കുക എന്നുള്ള സംഭവം മുന്നോട്ട് പോകുമ്പോൾ ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം, അതായത് ഇന്നത്തെ ഭരണകൂടം, അതായത് ഷിയ ഭരണകൂടം ഇല്ലാതാകുകയും ജനാധിപത്യം വരികയും, അതായത് അവിടെ സ്ത്രീകൾ പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം കിട്ടുകയും ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിക റവല്യൂഷന് ശേഷം അതിനു മുമ്പ് എങ്ങനായിരുന്നു ഇറാൻ, അതേപോലെ തിരിച്ചു വരും. അതേപോലെ ജപ്പാനെ എങ്ങനെയാണ് അമേരിക്ക വളർത്തിയെടുത്തത്, കാരണം അമേരിക്കൻ കൺട്രോൾ ഈ സാധനമാകും. ഇതാണ് ഉദ്ദേശ ലക്ഷ്യം. ഇതാണ് ഞാൻ ഈ പല ആൾക്കാരും പറയുമ്പോഴും, പല യൂട്യൂബിനകത്ത് പല റിപ്പോർട്ട് ചെയ്തിട്ട് ബിബിളിക്കൽ പ്രൊഫസിയാണ് ഈ സംഭവം, ഇറാനെ നശിപ്പിക്കുക എന്നുള്ളത്. അത് ബേസിലാണ് ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. അപ്പം ഇതുമായിട്ട് മറ്റൊരു റിപ്പോർട്ട് വരുന്നത് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട്. അതായത് പ്രധാനമന്ത്രി മോഡി, അതായത് നമ്മളിപ്പോൾ ഇറാനിൽ നിന്നും ഈ ക്രൂഡ് ഓയിൽ വാങ്ങുന്നുണ്ട്. അപ്പം മോദി ഗവൺമെൻറ് തയ്യാറാണ്. നേരത്തെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞു അവിടുന്ന് ക്രൂഡ് വാങ്ങരുതെന്ന് പറഞ്ഞു, പക്ഷേ അത് റിജക്റ്റ് ചെയ്തു. പക്ഷേ ഇപ്രാവശ്യം മോദി ഗവൺമെൻറ്റും തയ്യാറാണ് ഇറാനിൽ നിന്നും ക്രൂഡ് വാങ്ങണ്ട. അതേപോലെ ഇന്ത്യൻ കമ്പനികൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്തത് വെയിറ്റ് ചെയ്തിട്ട് മതി, ഇപ്പം ചെയ്യണ്ട. കാരണം ഒരു റിസൾട്ട് വന്ന ശേഷം മാത്രം ഇന്ത്യൻ കമ്പനി ആണെങ്കിലും ഇന്ത്യ അവിടുന്ന് ഫർദർ ക്രൂഡ് മേടിച്ചാൽ മതി. അതായത് ഇന്ത്യ ഗവൺമെൻറ്റും ട്രംപ് അഡ്മിനിസ്ട്രേഷനോടും ഇസ്രായേലി ഗവൺമെൻറ്റിനോടും യോജിച്ച് നിൽക്കുകയാണ് ഇറാൻ്റെ കാര്യത്തിൽ. പുറത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ. അതായത് 2 രീതിയിലും ഉപരോധം ഏർപ്പെടുത്താൻ ഇന്ത്യ തയ്യാറാണ്. തൽക്കാലം ഒരു കാരണവശാലും ഇറാനെ സഹായിക്കാൻ വേണ്ടി അവിടുന്ന് ക്രൂഡ്, അതായത് ഫുഡ് ഫോർ ഓയിൽ എന്ന് പറഞ്ഞ UN സ്കീമിനനുസരിച്ചാണ് ഇന്ത്യ അവിടുന്ന് വാങ്ങുന്നത്, വളരെ വില കുറച്ച രീതിയിൽ. അതും ഇന്ത്യ തൽക്കാലം സ്റ്റോൾ ചെയ്ത്, അതായത് പോസ് ചെയ്യാൻ തയ്യാറാണ്. അതായത് ട്രംപിനോട് യോജിച്ച് നിൽക്കാനും ഇസ്രായേലിനെ അനുകൂലിക്കാനും ഇന്ത്യ തയ്യാറാണ്. അപ്പോൾ ഈ ഗ്ലോബലായിട്ടുള്ള ജിയോ പൊളിറ്റിക്സും മിഡിൽ ഈസ്റ്റ്, വെസ്റ്റ് ഏഷ്യയിൽ ഇപ്പോഴത്തെ ഡെവലപ്മെൻറ്റ്സും നോക്കുകയാണെങ്കിൽ വാഷിങ്ടൺ പോസ്റ്റിൻ്റെ റിപ്പോർട്ട് ഈ പറയുന്ന പോലെ സക്സസ് ആകാനുള്ള സാധ്യതയുണ്ട്. ഇസ്രായേൽ ഇറാനെ കയറി അടിക്കും 1 മാസത്തിനുള്ളിൽ, പൂർണ്ണമായിട്ടും അമേരിക്കൻ സപ്പോർട്ടോടുകൂടി. ഇതോടുകൂടി ഷിയ ഭരണകൂടം എന്ന് പറയുന്നത് ഇറാനിൽ മാത്രമല്ല ലോകത്ത് തന്നെ അവസാനിപ്പിക്കുന്ന രീതിയിലോട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്.